ടേബിൾ ഫോമാറ്റിലുള്ള ഡേറ്റയെ വളരെ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്ന പുതിയൊരു എക്സൽ ഫംഗ്ഷനാണ് ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ. ഈ കാണുന്ന ഡേറ്റ നോക്കുക. ഒരു ട്രാവൽ ഏജൻസിയുടെ 3 മാസത്തെ കസ്റ്റമർ ഡേറ്റയാണിത്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കസ്റ്റമർ ഡേറ്റ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ മാസം, രണ്ടാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ആക്ടിവിറ്റി, അതായത് ഹൗസ് ബോട്ടാണോ കയാക്കിംഗ് ആണോ ജെറ്റ് സ്കി ആണോ കസ്റ്റമർ ചൂസ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ്, നാലാമത്തെ കോളത്തിൽ ആളുകളുടെ എണ്ണം, അഞ്ചാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ രാജ്യത്തിൻ്റെ പേര്, അതിനടുത്ത കോളത്തിൽ കസ്റ്റമർ ട്രാവൽ ഏജൻസിക്ക് കൊടുത്ത തുക. ഇനി ഈ ടേബിളിൽ നിന്ന് ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഓരോ ആക്ടിവിറ്റിക്കും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഈക്വൽ ഗ്രൂപ്പ് ബൈ എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റോ ഫീൽഡ്സ്. ഓരോ ആക്ടിവിറ്റിക്കും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, എൻറ്റയർ കോളം സെലക്ട് ചെയ്യപ്പെട്ടു. കൺട്രോൾ ബാക്ക് സ്പേസ്, കോമ. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂസ്. എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലാണ്. ഈ കോളം സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ ബാക്ക് സ്പേസ്, കോമ. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ മൂന്നാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ. സം പെർസെൻറ്റേജ് ഓഫ് ആവറേജ് എന്നിങ്ങനെ ഒരുപാട് അഗ്രിഗേഷൻസ് ഇവിടെ കാണാം. നമുക്ക് വേണ്ടത് സം ആണ്. സം സെലക്ട് ചെയ്യുന്നു, കോമ. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷനിലെ നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഫീൽഡ് ഹെഡേഴ്സ്. റിസൾട്ടിൽ കോളം ഹെഡേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നാലാമത്തെ ഓപ്ഷൻ, അതായത് 3S ആൻഡ് ഷോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഹൗസ് ബോട്ട്, ജെറ്റ് സ്കി, കയാക്കിംഗ്, ഷിക്കാര എന്നിങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആയി. അതോടൊപ്പം അവസാനത്തെ വരിയിൽ ടോട്ടൽ കാണാം. ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫോമുല ഡൈനാമിക് ആണെന്നുള്ളതാണ്. അതായത് ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ അല്ലെങ്കിൽ സെല്ലുകളിൽ നമ്മളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതേ സെക്കൻഡിൽ ഈ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഈ കാണുന്ന റെക്കോർഡിലെ ഹൗസ് ബോട്ടിന് നേരെയുള്ള വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 7000 1,00,000 ആക്കുന്നു. എൻ്റർ. നോക്കുക, അതേ സെക്കൻഡിൽ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. എക്സലിലെ പിവറ്റ് ടേബിൾ എന്ന ടൂളിന് പകരം ഉപയോഗിക്കാവുന്ന കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന പുതിയൊരു എക്സൽ ഫംഗ്ഷനാണ് പിവറ്റ് ബൈ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ കണ്ട ഗ്രൂപ്പ് ബൈ ഫംഗ്ഷനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണിത്. കാരണം ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ വരികളുടെ അടിസ്ഥാനത്തിലാണ് ഡേറ്റയെ സമ്മറൈസ് ചെയ്യുന്നതെങ്കിൽ വരികളുടെയും കോളങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡേറ്റയെ സമ്മറൈസ് ചെയ്യാനായിട്ട് പിവറ്റ് ബൈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ നേരത്തെ കണ്ട അതേ കസ്റ്റമർ ഡേറ്റയാണ് ഈ കാണുന്നത്. ഈ ഡേറ്റയിൽ നിന്ന് USA, ഫ്രാൻസ്, ജർമ്മനി എന്നിങ്ങനെ ഓരോ രാജ്യത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് ഹൗസ് ബോട്ട്, കയാക്കിംഗ്, ഷിക്കാര എന്നിങ്ങനെ ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ഏജൻസിക്ക് എത്ര രൂപ വീതം കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ പിവറ്റ് ബൈ എന്ന് ടൈപ്പ് ചെയ്യുക. പിവറ്റ് ബൈ ഫംഗ്ഷൻ. പിവറ്റ് ബൈ ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റോ ഫീൽഡ്സ്. രാജ്യത്തിൻ്റെ പേര് വരികളിലാണ് നമുക്ക് വേണ്ടത്. രാജ്യത്തിൻ്റെ പേരുകൾ കൊടുത്തുള്ള കോളം സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ ബാക്ക് സ്പേസ്, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ രണ്ടാമത്തെ ഇൻപുട്ട് കോളം ഫീൽഡ്സ്. ആക്ടിവിറ്റീസ് കോളങ്ങളിലാണ് നമുക്ക് വേണ്ടത്. ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ ബാക്ക് സ്പേസ്, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂസ്. എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലാണ്. എമൗണ്ട് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ ബാക്ക് സ്പേസ്, കോമ. നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ. സം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സം സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഓരോ രാജ്യത്തു നിന്നുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ വീതം ട്രാവൽ ഏജൻസിക്ക് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണിത്. ഇനി പിവറ്റ് ബൈ ഫംഗ്ഷനും പിവറ്റ് ടേബിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതേ തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഈ ടേബിളിൽ നിന്ന് പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് തയ്യാറാക്കാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട്, പിവറ്റ് ടേബിൾ.
പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് വന്നു. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. പിവറ്റ് ടേബിൾ ഈ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. നമുക്ക് ഇവിടെ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം. കൺട്രി എന്ന കോളം ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു. ആക്ടിവിറ്റി എന്ന കോളം ഡ്രാഗ് ചെയ്ത് കോളംസ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു. എമൗണ്ട് എന്ന കോളം ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു. നോക്കുക, മുകളിൽ കാണുന്ന പോലെ ഒരു റിപ്പോർട്ട് താഴെ നമുക്ക് കിട്ടിയത് കാണാം. ഇനി ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഉദാഹരണത്തിന് ഹൗസ് ബോട്ട് ഇന്ത്യ എന്ന റെക്കോർഡിന് നേരെയുള്ള വാല്യൂ ചേഞ്ച് ചെയ്ത് 2 ലക്ഷമാക്കുന്നു. അതേ സെക്കൻഡിൽ ആദ്യത്തെ ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം, ഇന്ത്യ ഹൗസ് ബോട്ട്. അതേസമയം പിവറ്റ് ടേബിളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ടേബിളിൽ നമ്മൾ വരുത്തിയ ചേഞ്ച് ഈ പിവറ്റ് ടേബിളിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ പിവറ്റ് ടേബിൾ റിഫ്രഷ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക്, റിഫ്രഷ്. നോക്കുക, പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം.